ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 42. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണോ പവർ ടീമിലുള്ളത്? ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ ഇന്ന് എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇന്ന് പവർ ടീമിനെ നല്ല ആട്ടി തുപ്പി വിട്ടിട്ടുണ്ട്, വരട്ടി വിട്ട് ലാലേട്ടൻ. ഇന്ന് മറ്റേ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ചട്ടിക്കകത്തിട്ട് വരട്ടുന്നതാണെങ്കിൽ അങ്ങ് വരട്ടി. അപ്പൊ നമ്മുടെ പവർ ടീമിനെ മാത്രമല്ല ജിൻഡോയ്ക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് കൊട്ടൊക്കെ. അതോടൊപ്പം തന്നെ ഞാനിന്ന് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ജാസ്മിന് എന്നാൽ ഒരു കണ്ടസ്റ്റിനോട് പോലും അവിടെ ഫേവറിസം എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുന്നില്ല എന്ന് ലാലേട്ടൻ ഇന്ന് ഒരു 2-3 തവണ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോട് നല്ല പുഷ്പം പോലെ, ഞാൻ പറയുന്നു, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോട് നല്ല വൃത്തിക്ക് അവിടെ ഫേവറിസം കാണിക്കുന്നുണ്ട്. വിത്ത് എക്സാമ്പിൾ ഞാൻ പ്രൂവ് ചെയ്ത് തരാം. അതിനു മുമ്പ് ഇന്ന് നടന്ന പരിപാടികൾ ഓരോന്നായിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം, ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തരാം. ഒരുപാട് അങ്ങ് ഡിസ്കഷനിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒരു മൈന്യൂട്ട് ക്യാപ്സ്യൂൾ പരുവത്തിൽ ഞാൻ പറയാം. അപ്പോൾ രാവിലെ ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ലാലേട്ടൻ ഇങ്ങനത്തെ ഡയലോഗ് അടിച്ചു. അതിനുശേഷം നമ്മുടെ ഓരോ കണ്ടസ്റ്റന്റിനോടും ചോദിക്കുന്നുണ്ട്, കണ്ടസ്റ്റൻസിന് എങ്ങനെ തോന്നുന്നു, ഓരോരുത്തരായിട്ട് പറയൂ, എങ്ങനെയുണ്ട് പവർ ടീമിന്റെ ഭരണം പരിപാടിയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നോറ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മെയിനൊരു കാര്യം, നോറ രേവതിയുടെ ഒരു കിലുക്കത്തിലെ രേവതിയുടെ പോലെ അഭിനയിച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന നമ്മളവിടെ കണ്ടു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നോറ അത് ആക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവര് പോസ് ചെയ്യുന്നത് കണ്ടു, അതിനുശേഷം പ്ലേ ചെയ്യുന്നത് കണ്ടു, അതിനെപ്പറ്റി എന്താണ് നോറയ്ക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. നോറ ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് പറയാൻ തോന്നിയ പല കാര്യങ്ങളും അന്ന് പറയാൻ പറ്റിയില്ല, അപ്പൊ നോറ എന്ന് ഇപ്പൊ പറഞ്ഞോളൂ എന്ന് ലാലേട്ടൻ പറയുമ്പോഴത്തേക്ക് നോറ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പഴയ കേസ് തന്നെ, നോറയുടെ കഥ അത് ലാലേട്ടനും എടുക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ കാരണം ലാലേട്ടൻ ഡെയിലി കാണുന്നില്ല, ഡെയിലി കാണുന്ന നമുക്കും, അതായത് പുറത്തുള്ള ജനങ്ങൾക്കും അവിടെയുള്ള കണ്ടസ്റ്റൻസും അത് ബോറാവും. കാരണം ജാൻമണി കേസ്, ജാൻമണി ജാസ്മിനെ കുറ്റം പറഞ്ഞിട്ട് അത് എന്റെ തലയിൽ കൊണ്ടിട്ടു എന്ന് പറയുന്ന ഒരു സാധനം കേട്ടും അടുത്തൊരു സാധനമാണ്. വീണ്ടും നോറ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ലാലേട്ടൻ അവിടെ സ്പേസ് കൊടുത്തു നോറയ്ക്ക്. നോറ അങ്ങ് മറ്റേ സന്തോഷം കൊണ്ട് നോറയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ലാലേട്ടൻ കുറച്ച് നല്ല രീതിയിൽ സുഖിപ്പിച്ചു വിട്ടു. അത് എന്തിനുള്ള സുഖിപ്പീരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ ജാസ്മിന്റെ കേസ് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഭയങ്കര ഫേവറിസം കാണിക്കുന്നു. അത് ലാലേട്ടന്റെ ഒരു ഗെയിം, ഒന്നെങ്കിലും ഒരു ഗെയിം, 2 രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. അത് ഒന്നുകിൽ ലാലേട്ടന്റെ ഒരു ഗെയിം, കണ്ടസ്റ്റൻസ് മാത്രമല്ല അവിടെ ഗെയിം കളിക്കുന്നത്, ലാലേട്ടൻ നല്ല വൃത്തിക്ക് ഗെയിം കളിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട രീതിയിലേക്കാണ് അത് പോകുന്നത്. ഒന്ന് ലാലേട്ടന്റെ ഗെയിമായിട്ട് നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ലാലേട്ടന്റെ ഫേവറിസം, ജാസ്മിനോടുള്ള ഫേവറിസം. അത് ജാസ്മിനോടുള്ള ഫേവറിസം പറയാൻ കാരണം ഇതിന് മുമ്പും പലതവണ, ഇല്ലെങ്കിൽ ഒരു തവണ നല്ല വൃത്തിക്ക് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഒരു ഫേവറിസം ചെയ്തിട്ടുണ്ട് ജാസ്മിനോട്. അതുകൊണ്ട് തന്നെ ഫേവറിസം ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ അതൊരു ഗെയിമായിട്ട് കാണാനും ചിലപ്പോൾ പറ്റുമായിരിക്കും. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നല്ല അടുത്ത ആഴ്ച നമുക്കത് അറിയാൻ പറ്റുള്ളൂ. എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഒരു മെലോ ഡ്രാമ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു, അതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അതായത് ആ മെലോ ഡ്രാമ നടന്നപ്പോഴത്തേക്ക് ആ ഡ്രാമയിൽ നല്ല രീതിയിൽ ആ ഡ്രാമ ചെയ്ത അപ്സരയുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുനൊക്കെ ഉള്ള ടീം, ജാസ്മിൻ നമ്മുടെ ജാൻമണിയൊക്കെ അവതരിപ്പിച്ച ആ ഒരു ടീം അടിപൊളിയായിട്ട് അർജുനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ആ ഒരു ടീമിന് അവരെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചില്ല പവർ ടീം എന്ന്. അപ്പൊ അവര് നേരെ കൊടുത്തത്, ഒരു വിന്നർ ആക്കിയത് നമ്മുടെ ജാസ്മിന്റെ ഒക്കെ ടീമിനെ ആയിരുന്നു. അപ്പൊ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ കിട്ടണ്ടായിരുന്നു. അപ്പൊ ജാസ്മിനും എന്തായാലും ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, നമ്മളെക്കാട്ടിലും നന്നായിട്ട് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ ജാസ്മിനും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിബിനോടൊക്കെ ചോദിക്കുന്നു, സിബിൻ, നിങ്ങളും ജിൻഡോയും തമ്മിൽ പ്ലാൻ ചെയ്തതാണോ ആ ഒരു പരിപാടി, അതായത് അപ്സരയ്ക്കൊക്കെ കൊടുക്കാതിരുന്നത് എന്നൊരു സാധനം ചോദിക്കുന്നുണ്ട്. അപ്പം നിന്ന് താളം ചവിട്ടുന്ന സിബിനെയൊക്കെ നമുക്കൊന്ന് കാണാം. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ കൊള്ളാം. ഞാൻ ആ പരിപാടി കണ്ടിട്ടേ ഇല്ല. അതായത് സിബിനും ജിൻഡോയും കൂടെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നല്ല വൃത്തിക്ക് സിബിനും ജിൻഡോയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ അത് തുറന്ന് പറയുന്നുണ്ട്. അവർ ലാസ്റ്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അപ്സരയ്ക്കൊന്നും കൊടുക്കണ്ട, നേരെ മറിച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നിവർ പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറയുന്നുണ്ട്, അത് ഇവരുടെ ഡ്രസ്സിങ്, അതായത് നമ്മുടെ അർജുൻ്റെ ഒക്കെ ഡ്രസ്സിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർക്ക് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല, അവരങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ തന്നെയാണ് അവിടെ നടപ്പായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് എന്ന് തോന്നുന്ന, ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ ഒരു ടീമാണ് അർജുൻ്റെ ഒക്കെ, അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. അതപ്പോ ഒരു ഗെയിം, ഒരു വേറെ ടൈപ്പ് ഓഫ് ഗെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെന്തായാലും ലാലേട്ടൻ കൈയോടെ പൊക്കി അതിനും കൊടുത്തു. സിബിനൊക്കെ നല്ല കനത്തിൽ, അതിനാണ് ഫസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത്. പിന്നെ സിബിനെ എടുത്തിട്ട് വഴറ്റുന്നത്
നമ്മുടെ ജാസ്മിൻ ചേച്ചിയെ കഴിഞ്ഞ ദിവസം കൈകൊണ്ട് എന്തോ ഒരു കോപ്രായം കാണിച്ചു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് കൊടുക്കുന്നത്. അപ്പൊ സിബിൻ പറയുന്നുണ്ട് ഞാൻ അതിന് മാപ്പ് പറഞ്ഞു എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട് സിബിൻ മാപ്പ് പറഞ്ഞ ഉടനെ തന്നെ അയാളുടെ മോശം പ്രവൃത്തിക്ക് ക്ഷമ, അതായത് ആ ക്ഷമ സോറി പറഞ്ഞത് ക്ഷമിച്ച അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത ജാസ്മിന് ഒരു നല്ല കാര്യമാണ് ജാസ്മിൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെയാണ് എനിക്ക് പൊളിഞ്ഞത്. അവിടെ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, ലാലേട്ടൻ ഒരു ഗെയിം കളിക്കുവാണോ ഇല്ലെങ്കിൽ ലാലേട്ടൻ ഫേവറിസം കാണിക്കുന്നതാണോ? കാരണം നമ്മളെല്ലാവരും കണ്ടതാണ്, ഇല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. ജാസ്മിനോട് സിബിൻ മാപ്പ് പറയുമ്പോൾ, കൈകൊണ്ട് കാണിച്ച പ്രവൃത്തിക്ക് സിബിൻ മാപ്പ് പറയുമ്പോൾ എനിക്ക് തന്റെ മാപ്പ് വേണ്ട, എന്ത് കാണിച്ചാലും മാപ്പ് പറയേണ്ട കാര്യമില്ല, എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ഇവിടെ മാപ്പ് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ജാസ്മിൻ അവിടെ നിന്ന് പോയത്. പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്നത് ജാസ്മിൻ നമ്മുടെ സിബിൻ മാപ്പ് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അത് എന്തിനാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞിട്ട് പോലും അവിടെ നിൽക്കുന്ന സിബിൻ ആണെങ്കിലും ബാക്കി ഒരു കണ്ടസ്റ്റൻസും അതിനെ ചോദ്യം ചെയ്യാനോ ലാലേട്ടൻ പറഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷെ തെറ്റ് പറയുന്നത് ലാലേട്ടൻ ആണെങ്കിലും ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ ആ ഒരു സാധനം കാണിച്ചു. ജാസ്മിൻ ആ സമയത്ത് ജാസ്മിന്റെ മുഖത്ത് വരുന്ന ഒരു ചിരിയുണ്ട്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അത് ഒന്നെങ്കിൽ ലാലേട്ടൻ ജാസ്മിനെ ഒന്ന് സുഖിപ്പിച്ചു വിട്ടു, ഇനിയും നീ ഇതുപോലെ കളിക്ക് എന്നുള്ള രീതി ഒരു ഹിന്റ് കൊടുക്കാനായിരിക്കും. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അവൾക്ക് പണി കിട്ടും. ഓക്കെ, കാരണം അപ്പൊ ജാസ്മിൻ വിചാരിക്കുമോ ഞാൻ എന്ത് ചെയ്താലും ലാലേട്ടനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവൾ ഇനി ഈ ആഴ്ച കളിക്കാൻ വേണ്ടിയാണോ ആ ഒരു പരിപാടി ലാലേട്ടൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവൾ മറ്റേ അഹങ്കാരം കുറച്ചും കൂടെ കൂടും, അടുത്ത ആഴ്ച അവൾക്ക് പണി കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്തത് ഫേവറിസം. കണ്ണടച്ചു ജാസ്മിന്റെ ഫ്രണ്ടിൽ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതിനു മുമ്പ് ലാലേട്ടനൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ സിബിന്റെ ഒക്കെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ സിബിനൊക്കെ മറ്റേ ആ ഒരു മെലോ ഡ്രാമയ്ക്ക് പുറത്ത് ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൊക്കെ ആയിരുന്നു നല്ലതായിട്ട് ചെയ്തതെന്നൊക്കെ ലാലേട്ടൻ പറയുമ്പോഴത്തേക്ക് അവർ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹോൾ ക്രൂ, ആ കണ്ടസ്റ്റൻസ് അല്ലാതെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാം പുറത്ത് നടക്കുന്നത് വാച്ച് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഉൾപ്പെടെ ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നോക്കുന്ന ഒരു ടീമിന് എന്തുകൊണ്ട് ജാസ്മിന്റെ വാപ്പയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും, ഇല്ലെങ്കിൽ അതിനുള്ള അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇവിടെ വെളിയിൽ നടന്നപ്പോഴൊന്നും അതിനെ വെച്ചും സംസാരിക്കാൻ ഒന്നും ലാലേട്ടൻ നിന്നിട്ടില്ല. നേരെ മറിച്ച് ഈ ഒരു കേസ് എനിക്ക് അതൊക്കെയാണ് ഭയങ്കര ഡൗട്ട് വരുന്നത്. ഇത് കുറച്ച് ആളുകൾ അതിനകത്ത് നിന്നാലേ കണ്ടന്റ് ഉണ്ടാവുള്ളൂ, സോ അതുകൊണ്ട് അവര് നിൽക്കണം എന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം ആണോ ഇപ്പൊ നടക്കുന്നത്? ലാലേട്ടനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കേസിൽ ലാലേട്ടനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മടുപ്പായിപ്പോയി. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ തന്നെ ഉടായ്പാണോ മൊത്തം നടക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് വന്നു. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയലോഗാണോ അടിക്കേണ്ട കാര്യമില്ല ലാലേട്ടന്. പിന്നെ ഒന്നുകിൽ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗെയിം ആണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അടുത്ത ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം ജാസ്മിൻ ഈ ഒരു ബൂസ്റ്റ് കൊടുത്തു, ജാസ്മിൻ ചെയ്ത തെറ്റ് ജാസ്മിന് വന്നിട്ട് അത് മിണ്ടിയില്ല, ഇല്ല ലാലേട്ടൻ ഞാൻ ക്ഷമിച്ചില്ല എന്നൊന്നും ജാസ്മിന് മിണ്ടിയില്ല. ജാസ്മിൻ ചിരിക്കുന്നതാണ് കണ്ടത്. സോ ജാസ്മിന് ഒരു സാധനം വന്ന് കാണും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു ഗെയിം അവൾ ഇനി വീണ്ടും കളിച്ചാൽ അടുത്ത ആഴ്ച അവളെ തൂക്കോ ഇല്ലയോ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. എന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ, വീണ്ടും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ലാലേട്ടനും ബിഗ് ബോസും ജാസ്മിൻ അവിടെ നിൽക്കുന്നതിനോടാണ് താല്പര്യം, പുറത്ത് ജനങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, എന്തായാലും ജിൻഡോയ്ക്കും ഇടയ്ക്ക് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ജിൻഡോയെ മറ്റേ കാലേവാരി അടിക്കും എന്നൊക്കെ പറഞ്ഞ സാധനം, അതും സിബിന്റെ നെഞ്ചത്ത് വെക്കാനായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിബിൻ ആ വാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്, അത് പൂജ പറയുന്നുണ്ട്, അത് ഒരു വിഷ്വൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. കോമൺ ആയിട്ട് എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അത് പറയാറുണ്ട് എന്നൊക്കെ ലാലേട്ടനോട് പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഗെയിം അവിടെ നടക്കും ഇനിയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുക്കുന്നു. ആ സമയത്ത് സിബിൻ പവർ റൂമിൽ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇനിയും സിബിൻ അവിടെ ഇരിക്കാൻ പാടില്ല, സിബിൻ പുറത്തേക്ക് പോകണം. അതായത് ലാലേട്ടന് നേരത്തെ പറഞ്ഞിരുന്ന ഒരു പണിഷ്മെന്റ് കൊടുത്തു, സിബിൻ ഇനി പവർ ടീമിലില്ല, അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് സിബിനെ ഇട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് സിബിനോട്. സിബിന് സത്യം പറഞ്ഞാൽ നല്ല മറ്റേ കയ്യിൽ നിന്നൊക്കെ പോയി, അളിയൻ വിചാരിച്ച രീതിയിലൊന്നും അല്ല കളി നടക്കുന്നത് അളിയന് മനസ്സിലായി, പണി കിട്ടി. എന്തായാലും അടുത്തൊരു ഗെയിമൊക്കെ അവിടെ നടക്കുന്നുണ്ട്, കുറച്ച് ഡ്രസ്സൊക്കെ വാരി പൊത്തുന്ന ദേഹത്ത് വാരിയിടുന്ന കുറെ സാധനമൊക്കെ, അതുപോലത്തെ ഗെയിമായിട്ട് എനിക്ക് അതിനെ തോന്നിയത്. എന്തായാലും ആ ഒരു ഗെയിമിൽ നോറയുടെ ടീം ജയിക്കുന്നു, നെസ്റ്റ് ജയിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് എവിക്ഷൻ പ്രോസസ്, ഇത്തവണത്തെ എവിക്ഷൻ പ്രോസസ് കൊള്ളായിരുന്നു കേട്ടോ.
നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ മറ്റേ ഒരു 3-4 പേരെ പിടിച്ചിരുത്തി റെഡും പച്ചയും ലൈറ്റ് വരുന്ന അനുസരിച്ചായിരുന്നു. പച്ച വരുന്നവർക്ക് അകത്തോട്ട് കയറിപ്പോൾ റെഡ് വരുന്ന ആൾ ഇവിടുന്ന് പുറത്തു പോകും എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. എന്തായാലും ജാൻമണി വെളിയിലേക്ക് പോയിരിക്കുകയാണ്. ജാൻമണി അങ്ങനെ BB6-ൽ നിന്നും ഔട്ടായിരിക്കുന്നു. ഔട്ടാകും, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ജാൻമണിയുടെ കുറച്ച് വാക്കുകൾ, ഉപയോഗം, അവളുടെ കുറച്ച് രീതികൾ അത് ബോറായി തുടങ്ങി, ജനങ്ങൾക്കും സീനായി. എന്തായാലും അടിച്ചു വെളിയിലാക്കി. ഇനിയിപ്പം നാളെ ഒരാളും കൂടെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ആരാണ് ഇനിയും ആ ഒരാൾ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇതൊക്കെയാണ് നടന്നത്. ലാലേട്ടന്റെ ഫേവറിസം ആണോ ഗെയിം ആണോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. മിക്കവാറും അടുത്ത ശനിയാഴ്ച നമുക്ക് അറിയാൻ പറ്റും. വേറെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കെന്തായാലും അങ്ങനെ തന്നെ തോന്നി. ഉഡായിപ്പ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനോടൊക്കെ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഒക്കെ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങോട്ട് ഷെയർ ചെയ്യുക.